നമ്മളങ്ങനെ പറഞ്ഞു നിർത്തിയത് ആറന്മുള അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുള്ള ദിവസമല്ലേ. അങ്ങനെ ഞങ്ങൾ ആറന്മുള അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഞാൻ റെസ്റ്റ് എടുത്തെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഭയങ്കര ക്ഷീണമായിപ്പോയി, കാരണം വെച്ചാൽ അത്രയും വെയിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നമുക്കെന്നാ ആറ്റിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കരിക്ക് വേണം എന്നിങ്ങനെ പറഞ്ഞ്. നമ്മളിവിടെ ബാംഗ്ലൂരിൽ നമ്മളൊരു കരിക്കൊക്കെ മേടിക്കുമ്പോഴത്തേന് ചിലയിടത്ത് അത് 80 രൂപ, ചിലയിടത്ത് അതിന് 70 രൂപ, അങ്ങനെ അതിൽ കുറവ് എന്തായാലും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കരിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അച്ചു പോയി കരിക്കൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് എല്ലാം സെറ്റാക്കി കേട്ടോ. അങ്ങനെ നമ്മൾ കരിക്കൊക്കെ കുടിച്ച് ഇങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ആശ്വാസമായത്, കാരണം കരിക്കൊക്കെ കുടിച്ചപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലൊരു മുയലുണ്ടായിരുന്നു. ഒരു മുയലല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ 4 മുയലുണ്ട്, അതും അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അതിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മുയലിനെയൊക്കെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ചെറുകെ ഇങ്ങനെ ആറ്റിൽ ആരൊക്കെ പോകാൻ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ എല്ലാവരോടും ചോദിച്ച് അമ്മയോടും അച്ഛനോടൊക്കെ വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവർ പറഞ്ഞു ഇല്ല, വരുന്നില്ല, അവർക്ക് വൈകുന്നേരം വേറെ എവിടെയോ പോകണമായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി പോയാൽ ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്നറിയാം, അപ്പോൾ അതുകൊണ്ട് അവർ വരുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഇനി ആറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏത് ഉടുപ്പെടുത്തുകൊണ്ട് പോകും, ഇനിയും വൈകുന്നേരം വന്നിട്ട് ഇനി ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഏത് ഉടുപ്പൊക്കെ ഇടും എന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ വളരെ കാര്യമായി ചർച്ചയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചർച്ചയുടെ ഒടുവിൽ ഏകദേശം ഒരു 3:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അല്ല, ഒരു 3 മണി ആയപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാറിനാണ് പോകുന്നത്, നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ 3 ആളും അച്ചും വിവേകും കൂടി ഞങ്ങൾ നേരെ അമ്മ വീട്ടിലെത്തിയേ. അവിടെ വല്യമ്മച്ചിയും അമ്മായിയുടെ മക്കളും അമ്മായിയൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു കാര്യമാണ് തലയിൽ താളി ഇടുക എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാനത് ഇടുന്ന കണ്ടപ്പോൾ അവർക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ തലയിലും എല്ലാവരുടെ തലയിലും കുറച്ചൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. നമുക്ക് അതേ സമയം തലയിൽ വെക്കാൻ സമയം കിട്ടില്ല, കാരണം ഓൾറെഡി നമ്മൾ ഈവനിങ് ആണല്ലോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആറ്റിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ അയ്യത്ത് തന്നെ നിൽക്കുന്ന മറ്റേ കൊക്കോ ഉണ്ടല്ലോ, കൊക്കോ ഉണ്ട്. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇതിടയ്ക്ക് പൊട്ടിക്കാറൊക്കെ ഉള്ള കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ചു അതും പൊട്ടിച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ആറ്റിലോട്ട് വെച്ച് പഠിപ്പിച്ച് നമ്മുടെ ബെല്ലേ കൂടെ കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ബെല്ലേ കൂടെ കൊണ്ടുപോയാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ബെല്ലേ പേടിച്ച് കൂടെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ബെല്ലേ കൊണ്ടുപോകാതാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്മായിയുടെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ, അവരും കൂടെ ഉണ്ടായിരുന്നപ്പോഴത്തേനും അടിപൊളിയായിരുന്നു. വിവേകിന് ഞാൻ പറഞ്ഞല്ലോ രാവിലെ അമ്പലത്തിൽ പോയപ്പോഴത്തേനും മൈഗ്രെയിൻ ഇളകിയതുകൊണ്ട് തന്നെ അവൻ ഇറങ്ങിയില്ല വെള്ളത്തിൽ. അവനും വെല്ലുമിച്ചിയും കൂടെ കരയ്ക്ക് നിന്നതേ ഉള്ളൂ. ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ഞങ്ങളുടെ ഈ കേരള ട്രിപ്പിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ നമ്മുടെ ഈ വൈകുന്നേരത്തെ ആറ്റിലത്തെ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് വരുന്നത് നമ്മുടെ അമ്മ വീടിൻ്റെ തൊട്ടടുത്തുള്ള പമ്പയാറാണ്. അപ്പോൾ ഇവിടെ മണൽപ്പുറം ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ അധികം അപകടങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓൾറെഡി നമ്മൾ ഇവിടെ ഇറങ്ങി പരിചയമുള്ളവരായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഡേഞ്ചർ അല്ല. അതുകൊണ്ട് സേഫ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ആറ്റിലൊക്കെ വരുന്ന ആൾക്കാർ സേഫായിട്ട് ഇറങ്ങുക, മുതിർന്ന ആൾക്കാരുമായിട്ടൊക്കെ മാത്രമേ ഇറങ്ങാവൂ. ആ നാട്ടിലുള്ള ആരെങ്കിലോട് ചോദിച്ചതിന് മാത്രം ശേഷമേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാവൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.